1700 കോടി രൂപ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സൗദി അറേബ്യയിലെ അൽ നസർ ടീമിലേക്ക് പോകാൻ വേണ്ടി മാത്രം സൗദി നൽകിയ വാർഷിക ശമ്പളമാണിത്. ഒരൊറ്റ കളിക്കാരന് ഇത്രയും രൂപ കൊടുക്കാൻ ഇവർക്ക് എന്താ വട്ടാണോ എന്ന് പോലും ചിന്തിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. അന്ന് ആ വാർത്ത വന്നപ്പോൾ കരിയർ അവസാനിച്ചു, പണത്തിന് വേണ്ടി മരുഭൂമിയിലേക്ക് ചേക്കേറുന്നു എന്നിങ്ങനെയുള്ള വലിയ വിമർശനങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ കൃത്യം 2 വർഷങ്ങൾക്കിപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ച എന്താണെന്ന് അറിയാവോ? അന്ന് സൗദി അറേബ്യ നടത്തിയത് വെറും ഒരു ഫുട്ബോൾ സൈനിങ് ആയിരുന്നില്ല, ലോകം കണ്ട ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആയിരുന്നു. സൗദി അദ്ദേഹത്തിന് നൽകിയ ആ ഒരു 1700 കോടി രൂപ വെറും ഒരു ശമ്പളമായല്ല, മറിച്ച് അവരുടെ ഗ്ലോബൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റായിട്ട് വേണം നമുക്ക് ഇവിടെ കാണേണ്ടത്. റൊണാൾഡോ അവിടെ കാലുകുത്തുന്നതിന് മുമ്പ് സൗദി പ്രോ ലീഗ് എന്നൊരു ലീഗ് ഉണ്ടെന്ന് പോലും സൗദിക്ക് പുറത്തുള്ള ആർക്കും അറിയില്ലായിരുന്നു. അവരുടെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് ആർക്കും വേണ്ടാത്ത ഒന്നായിരുന്നു. എന്നാൽ ഇന്ന് 140-ലധികം രാജ്യങ്ങളിലേക്കാണ് കളി തത്സമയം കാണിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, സോഷ്യൽ മീഡിയ ഗ്രോത്ത്. അൽ നസർ എന്ന ക്ലബിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന്റെ എണ്ണം മില്യൺ കണക്കിനാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്ലബ്ബുകളുടെ ലിസ്റ്റിലേക്കും അവർ പെട്ടെന്ന് ഉയർന്നു വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ്. നെയ്മറും ബെൻസിമയും സാദിയോ മാനെ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾ സൗദിയിലേക്ക് ഒഴുകാൻ തുടങ്ങി. അതായത് ലോകം മുഴുവൻ ഇന്ന് സൗദി അറേബ്യയിലേക്ക് ഉറ്റുനോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ അഡ്വർടൈസ്മെന്റ് ആയിരുന്നു ഇതെന്ന് തന്നെ പറയണം. അല്ല, അവരെന്തിനാണ് ഇങ്ങനെ പണം വാഴിയെറിഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്നത്? ഇതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടമാണുള്ളത്? ഇത് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ഒരു ചെറിയ കണക്ക് നോക്കണം. സൗദിയുടെ എക്കണോമി നിലനിൽക്കുന്നത് തന്നെ ഓയിലിനെ മാത്രം ആശ്രയിച്ചിട്ടാണെന്ന് നമുക്കറിയാലോ. പക്ഷേ ഓയിൽ പ്രൈസ് എപ്പോഴും ഒരുപോലെ നിൽക്കുകയില്ല. 2008 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് $130 ആയിരുന്നു വിലയെങ്കിൽ 2020 $16 കൂപ്പുകുത്തിയിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ വരുമാനം ഇങ്ങനെ ചാഞ്ചാടുന്നത് വലിയ അപകടമാണ്. മാത്രമല്ല, ലോകം ഇലക്ട്രിക് വെഹിക്കിളിലേക്കും ഗ്രീൻ എനർജിയിലേക്കും മാറുന്നതോടെ ഭാവിയിൽ ഓയിൽ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് സൗദിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ വിഷൻ 2030 കൊണ്ടുവന്നത്. 2030 ആവുമ്പോഴേക്കും രാജ്യത്തിന്റെ GDPയുടെ 50% എണ്ണ ഇതര മേഖലകളിലേക്ക് അഥവാ നോൺ ഓയിൽ സെക്ടറിൽ നിന്ന് വരണം. അതിലേക്കുള്ള അവരുടെ വജ്രായുധമാണ് സ്പോർട്സും എന്റർടൈൻമെന്റും. പക്ഷേ ഫുട്ബോൾ ഒരു തുടക്കം മാത്രമായിട്ടേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. സൗദി ലക്ഷ്യം വെക്കുന്നത് അതിലും വലിയൊരു സാമ്രാജ്യമാണ്, ഗെയിമിംഗ്. കാരണം സിമ്പിളാണ്, ഇന്നത്തെ യുവതലമുറ അഥവാ ജെൻസി ജീവിക്കുന്നത് തന്നെ ഗെയിമിംഗ് ലോകത്താണ്. അതുകൊണ്ട് അവർ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, EA ഗെയിംസ് എന്ന വേൾഡിലേക്ക് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനിയെ സ്വന്തമാക്കാൻ നടന്ന $55 മില്യൺ ഡീലുകളിൽ വരെ സൗദിയുടെ പേരുണ്ടായിരുന്നു. അതേപോലെ മാരിയോയും പോക്കിമാനൊക്കെ ഉണ്ടാക്കിയ ജപ്പാനിലെ നിന്റൻഡോയുടെ 8%-ലധികം സ്റ്റേക്കും ഇപ്പോൾ സൗദിയുടെ കയ്യിലാണ്. ഇതുകൂടാതെ പ്രശസ്തമായ ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബിന്റെ 80% ഓഹരികളും അവർ വാങ്ങിയെടുത്തിരിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ഫോണിലെ ഗെയിം മുതൽ ടിവിയിലെ ഫുട്ബോൾ വരെ എല്ലാം ഇന്ന് സൗദിയുടെ കയ്യിലുള്ള എക്കോ സിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ ചെയ്യുന്നത് വെറും ഒരു ചിലവാക്കലല്ല, അവർ കൃത്യമായ കണക്കുകൂട്ടലോടെ ഒരു വലിയ റീബ്രാൻഡിംഗ് നടത്തുകയാണ്. സ്പോർട്സിലൂടെ അവർ ലോകത്തിന്റെ ശ്രദ്ധ നേടുന്നു, ഗെയിമിംഗിലൂടെ അവർ ഭാവി തലമുറയെ കയ്യിലെടുക്കുന്നു. എണ്ണയില്ലാത്ത ഒരു ഭാവി ലോകത്തെ എങ്ങനെ പിടിച്ചു നിൽക്കാമെന്ന് അവർ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നു. ഇതൊക്കെ ഒരു വലിയ റിസ്ക് ആണെന്നും ഇത് പാളാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്ന ആളുകളുമുണ്ട്. പക്ഷേ വരാൻ പോകുന്ന വലിയ മാറ്റത്തെ മുൻകൂട്ടി കണ്ട് അതിനെ നേരിടാൻ അവർ കാണിക്കുന്ന ഈ ഒരു ധൈര്യം, അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ കഴിയത്തുള്ളൂ. ശരിക്കും സൗദി അറേബ്യയുടെ ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വിജയിക്കാൻ ചാൻസ് ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള മാർക്കറ്റിംഗ്, ബ്രാൻഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലെ ഇനിയും ബിസിനസ് റിലേറ്റഡ് അല്ലെങ്കിൽ ബ്രാൻഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റ്സുമായിട്ട് ഞാൻ വരാം. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്